2 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിൻ്റേതും. ഇരുവരുടെയും അറേഞ്ച്ഡ് മാരേജായിരുന്നു. വിവാഹ നിശ്ചയ ഫോട്ടോ പുറത്തുവന്നപ്പോൾ ഇരുവരുടെയും ആരാധകർ മാത്രമല്ല, ഇൻഡസ്ട്രിയിൽ ഉള്ളവർ പോലും ഞെട്ടി. ഒരിക്കലും ഗോപികയും ജിപിയും വിവാഹം കഴിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതായിരുന്നു അതിനുള്ള കാരണവും. അറേഞ്ച്ഡ് മാരേജിന് പൊതുവെ ആളുകൾ എടുക്കുന്നതിലും അധികം സമയം തങ്ങൾ എടുത്തുവെന്നായിരുന്നു വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജിപി പറയാറുള്ളത്. ആദ്യമായി ഗോപികയുമായുള്ള കൂടിക്കാഴ്ച സംഭവിച്ചത് ചെന്നൈയിൽ വെച്ചായിരുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ വെച്ച്. ഗോപികയാണ് ആദ്യ കണ്ടുമുട്ടൽ ക്ഷേത്രത്തിൽ വെച്ചാകണമെന്ന് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത്. ലാപ്ടോപ്പൊക്കെയായിട്ടാണ് ഞാൻ പോയത്. കണ്ട് 10-20 മിനിറ്റിനകം പിരിയുകയാണെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബാക്കി പെൻഡിങ് വർക്കുകൾ തീർക്കുക എന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ ഗോപികയുമായി സംസാരിച്ചു തുടങ്ങിയ ശേഷം ആ ലാപ്ടോപ്പ് ഞാൻ തുറന്നതുപോലുമില്ല. കുറേ സമയമെടുത്താണ് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത്. എനിക്ക് ഗോപികയെ കണ്ടപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഗോപിക കൺഫ്യൂസ്ഡ് ആയിരുന്നു. D4 ഡാൻസിൻ്റെ കട്ട ഫാനായിരുന്നു ഗോപിക. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം അങ്ങനെ പോയി. അറേഞ്ച്ഡ് മാരേജിന് പൊതുവെ ആണുങ്ങൾ എടുക്കാത്ത സമയമാണ് ഞാൻ അത് എടുത്തത്. പിന്നീട് ഗോപിക സമ്മതം പറയാനുള്ള മനസ്സുമായി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നില്ലെന്ന്. പിന്നെ കുറേക്കാലം ഗോപിക എന്നെ കൺവിൻസ് ചെയ്യുകയായിരുന്നു. ശേഷം ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാമെന്ന സ്റ്റേജിലെത്തി വീട്ടുകാർ പറയുകയായിരുന്നു. ജിപി പറയുന്നു, എല്ലാ ചെറിയ കാര്യങ്ങളിലും സെലിബ്രേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് കല്യാണം ഒരു മൈൽസ്റ്റോൺ ആയിരുന്നു. എനിക്കൊരു പര്യായം പറഞ്ഞാൽ ഞാൻ ആഘോഷം എന്നാണ് പറയുക. ഓർഗനൈസ് ചെയ്യാനും ഇവൻ്റ് കോർഡിനേറ്റ് ചെയ്യാനും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ കല്യാണത്തിൻ്റെ മറ്റൊരു രസകരമായ സംഭവം കൂടിയുണ്ട്. സംഗീതവും കല്യാണവും ആയപ്പോഴും മീഡിയയെ ഞാൻ പ്രവേശിപ്പിച്ചത്. എൻ്റെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഒരു ഐസ് ബ്രേക്കിംഗ് ആവശ്യമായിരുന്നു. മീഡിയ കൂടി വന്ന് കഴിഞ്ഞാൽ ഫാമിലി പതറിപ്പോകും. ഓരോ ഫംഗ്ഷൻ കഴിയുമ്പോഴും ഉടൻ തന്നെ ഞാൻ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ആപ്പാക്കുമായിരുന്നു. താലികെട്ട് രാവിലെ 6:30-ക്കായിരുന്നുവെങ്കിൽ അതിൻ്റെ വീഡിയോ 8:30-ക്ക് യൂട്യൂബിൽ ആപ്പായി. ഹൽദി, സംഗീത്, കല്യാണം എല്ലാം ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തു കഴിഞ്ഞു. ഞാൻ തന്നെ വീഡിയോകൾ എഡിറ്റ് ചെയ്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒത്തിരി സെലിബ്രിറ്റീസ് പങ്കെടുത്ത ഫംഗ്ഷനായിരുന്നു. അവരുടെ ഏതൊക്കെ ഷോട്ട് പുറത്തു പോകണം എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ എന്നെ വിശ്വസിച്ചാണ് അവിടെ വന്നിരിക്കുന്നത്. വേറൊരു മീഡിയയും ഇല്ല എന്നതുകൊണ്ടാണ് അവർ എല്ലാ ചടങ്ങും നന്നായി എൻജോയ് ചെയ്തത്. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ വീട്ടുകാർ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. 32 വയസ്സായപ്പോഴാണ് കല്യാണം ആലോചിച്ച് തുടങ്ങിക്കോളൂ എന്ന് വീട്ടിൽ ഞാൻ പറഞ്ഞത്.